ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കറി എന്ന് വെച്ചാൽ നല്ല പഴുത്ത കൊടപ്പുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി. ഇതിപ്പോൾ ജസ്റ്റ് നല്ല ഫ്രഷായിട്ടുള്ള കൊടപ്പുളിയാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളി ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കണേന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഈ കറിയിൽ ചേർക്കുന്നത്. ഇതിന് നമുക്ക് മെയിനായിട്ട് കുറച്ച് ചുവന്നുള്ളിയാണ് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഈ കറിയിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് കുറച്ച് ചക്കക്കുരുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചക്കക്കുരു കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയിൽ ചേർത്താൽ നല്ലൊരു കൊഴുപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്, അത് കാരണം ഞാൻ ഈ കറിയിൽ ചക്കക്കുരു ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ പുറത്തുള്ള ഈ ഒരു പാടുണ്ടല്ലോ, അത് കളയുന്നില്ല. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണിത്. അപ്പോൾ മിക്ക ആൾക്കാരും ഇതിങ്ങനെ തോല് ഇങ്ങനെ ചിരടി കളയുന്ന കാണാം. പക്ഷെ അത് കളയേണ്ട കാര്യമില്ല. അത് അവിടെ ഇരുന്നോന്ന് വെച്ചിട്ട് ടേസ്റ്റിന് പ്രത്യേകിച്ച് കുറവൊന്നും വരില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം നൽകുന്ന ഒരു സംഭവം കൂടിയാണ്. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റൊന്നും ആക്കണ്ട, ജസ്റ്റ് 2 കറക്ക് അതിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി നമുക്ക് വെക്കാം. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ആ ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ചെമ്മീൻ്റെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള അല്ല, ഉള്ളി വേഗം തന്നെ വഴണ്ടി കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളി വഴണ്ടി വരാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ചക്കക്കുരു, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി അപ്പോൾ ഇവിടെ വഴണ്ടി വരുന്നുണ്ട്. ഒപ്പം ഞാൻ ചക്കക്കുരു വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ചക്കക്കുരു വെന്ത് കിട്ടും. ചക്കക്കുരു ജസ്റ്റ് 1-2 വിസിൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചപ്പെല്ലാം മാറി നന്നായിട്ട് വഴണ്ടാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു റെഡിയായിട്ടിരിക്കുന്നുണ്ട്. 2 വിസിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചക്കക്കുരു ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് ഇടുന്നില്ല, കാരണം ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക. മഞ്ഞൾപ്പൊടി ചക്കക്കുരുവിൽ ചേർത്ത് കാരണം ഇത് വഴറ്റിയ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം.
ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് കുറവുമില്ല. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീനും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചെമ്മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ തലയുടെ ഉള്ളിൽ ഒരു കളി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. വേറെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയണതെന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്താൽ ഏത് ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ ആ ചെമ്മീൻ്റെ തലയിലുള്ള ആ ഒരു കളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്, ചെമ്മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഈ ചെറിയ ചെമ്മീനൊക്കെ അത് കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ അതിലുണ്ടാവും. അപ്പോൾ അത് കളയരുത്. അത് നമ്മൾ കറി വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നല്ല പഴുത്ത കുടപ്പുളി ഇട്ടാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കുടപ്പുളി അരിഞ്ഞെടുക്കാം. ഇത് മുറിച്ചെടുക്കാൻ പോവാണ് കുടപ്പുളി. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുരു ഉണ്ടാവും. ഈ കുരു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ കുരു? അപ്പോൾ നമുക്കിപ്പോൾ കറിയിൽ കുരു ഇടണ്ട. കുരു എടുത്ത് മാറ്റിയിട്ട് ഇത് നന്നാക്കിയിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ ഈ സംഭവം. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതിൻ്റെ കുടപ്പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നന്നായിട്ട് മൊരിച്ച ചുവന്നുള്ളിയും വേപ്പിലയും കൂടി നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി സെറ്റായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ നമ്മുടെ പുളിയൊക്കെ വെന്ത് ഉടഞ്ഞു കേട്ടോ, ഉടഞ്ഞു പോയി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി സെറ്റ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ.